സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമസ്തുതേ. ഇന്ന് 4-ാമത്തെ അധ്യായത്തിലെ ദേവന്മാരുടെ കൈലാസഗമനം ദേവരാജി പറയാൻ പോണല്ലോ. ഒരു കൈലാസത്തിൽ പോയിട്ടുണ്ടാവുകയും ചെയ്യാം. വൃത്രാസുരന്റെ തപസ്സിന് വിഘ്നം വരുത്തുവാൻ പോയ ദേവന്മാരും അപ്സരസോളം ആ താപസന്റെ ദൃഢചിത്തത കണ്ട് നിരാശരായി തിരിച്ചു വന്നവര്. പിന്നെന്ത് ചെയ്യേണ്ടത്? പുത്രൻ തന്റെ തപസ് 100 വർഷം പൂർത്തിയാക്കി. ആ സമയത്ത് ചതുരാനൻ ഹംസാരൂഢനായി ആ താപസന്റെ മുന്നിലെത്തി പറഞ്ഞല്ലോ, വൃത്രാ, മംഗളം ഭവിക്കട്ടെ കേട്ടോ. ധ്യാനം നിർത്തിയാലും എന്താണ് വരം വേണ്ടതെന്ന് പറഞ്ഞാൽ അത് നിശ്ചയമായും തരുന്നുണ്ട്. ഇതന്നെ ഇവരെ ബുദ്ധിത്തത്തിന്റെ ഏറ്റവും വലിയ ഇത്. തപസ്സിന്റെ കാഠിന്യം കൊണ്ട് കൃശഗാത്രനായ വൃത്രനെ കണ്ട് ബ്രഹ്മാവിന് സന്തോഷമായി. തന്റെ മുമ്പിൽ വന്ന് സ്ഫുടമായും മധുരസ്വരത്തിലും വിധി പറഞ്ഞ വാക്കുകൾ കേട്ട് കണ്ണു തുറന്നു നോക്കിയല്ലോ വൃത്രാസുരൻ. അപ്പോൾ ആനന്ദം കൊണ്ട് കണ്ണുനീരോടെ ഗദ്ഗദാക്ഷരത്തിൽ പറഞ്ഞു വൃത്രൻ, ഭഗവൻ, ഞാനിതാ നമസ്കരിക്കുന്നു. അങ്ങയുടെ ദിവ്യ ദർശനത്താൽ എനിക്ക് ഉത്കൃഷ്ടദേവ പദവികൾ ലഭിച്ചു കഴിഞ്ഞു. എന്നാലും ഒരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അത് അങ്ങക്ക് അറിയുകയും ചെയ്യാം. ആ ആഗ്രഹം ലഭിക്കാനും പ്രയാസമാണ്. എനിക്ക് ലോകത്തിലെ ഒരു വസ്തുക്കളെ കൊണ്ടും മൃത്യു സംഭവിക്കാൻ പാടില്ല. ഇവർക്ക് ഈ മരണഭയാണ്, ഭയങ്കരമായിട്ട് മരണഭയം ഈ അസുരന്മാർക്ക്. സകല ദേവന്മാരെയും ജയിക്കത്തക്ക വിധം യുദ്ധം ചെയ്യുന്നതോടെ എൻ്റെ ശക്തി വർദ്ധിക്കുകയും വേണം. വൃത്രന്റെ അപേക്ഷ കേട്ട് ബ്രഹ്മദേവൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു, മംഗളം ഭവിക്കട്ടെ, അങ്ങയുടെ ഹിതം പോലെ സംഭവിക്കട്ടെ. തച്ചു പെരക്കണ്ടേ ആ ബ്രഹ്മാവിനെല്ലാം. ലോഹം, കല്ല്, മരം തുടങ്ങിയ കഠിന പദാർത്ഥങ്ങളെ കൊണ്ടൊന്നും നിന്റെ മരണം സംഭവിക്കില്ല. ഇത്രയും പറഞ്ഞ് ബ്രഹ്മാവ് സത്യലോകത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ലബ്ധിയിൽ തൃപ്തനായി വൃത്രനും പോയി. സ്വന്തം ഭവനത്തിലേക്ക് കുറെ കാലമായില്ലേ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. ഗൃഹത്തിലെത്തിയ പുത്രൻ അച്ഛനോട് വരലബ്ധിയെ പറ്റി പറഞ്ഞു. അത് കേട്ട് ത്വഷ്ടാവിനുണ്ടായ സന്തോഷത്തിനുണ്ടോ അതിര്. അദ്ദേഹം പറഞ്ഞു, ഹേ മഹാഭാഗ, നിനക്ക് മംഗളം ഭവിക്കട്ടെ പുത്ര. നീ പോയി ശത്രുവായി ഇന്ദ്രനെ വധിച്ചു വരിക. വേഗം പൊയ്ക്കോ. യുദ്ധത്തിൽ ജയിച്ചു നീ ദേവന്മാരുടെ നാഥനായി വാഴുക. എന്റെ മകൻ മരിച്ച ദുഃഖം ഇതുകൊണ്ട് ഇല്ലാതാവട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ അച്ഛന്റെ ഇച്ഛ പോലെ പ്രവർത്തിക്കുകയും ധനക്ഷയം വരുമ്പോൾ അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുകയും മരിച്ചു കഴിഞ്ഞാൽ ഗയാശ്രാദ്ധം ഊട്ടലുമാണ് പുത്രന്റെ ധർമ്മം. മകനായ ത്രിശിരസിന്റെ ഓർമ്മ എന്നിൽ നിന്ന് മായുന്നില്ല ഉണ്ണി. സുശീലനും സത്യവാദിയും വേദവിത്തുമായ ആ തപസ്വി ഒരു കാരണവുമില്ലാതെയല്ല മഹാഭാവി കൊന്നത്. എനിക്കത് മറക്കാൻ പറ്റുന്നില്ല. അച്ഛൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ പരമദുർജയനായ വൃത്രൻ അച്ഛന്റെ ഗൃഹത്തിൽ നിന്ന് തേരിൽ കയറി യുദ്ധത്തിന് പുറപ്പെട്ടു. യുദ്ധത്തിനുള്ള പെരുമ്പറയും കൊട്ടി ശംഖനാദം മുഴക്കി മതഗർഭിതനായ വൃത്രൻ തന്റെ സൈന്യത്തോടുകൂടി രണഭൂമിയിലേക്ക് യാത്രയായി. അനുഭവിക്കണം ദേവന്മാര്. വൃത്രന്റെ പടപ്പുറപ്പാട് കേട്ട് പരിഭ്രമിച്ച ലോകപാലന്മാരെ എല്ലാം വരുത്തി യുദ്ധം ചെയ്യുവാനായി ഇറങ്ങി. സൈന്യവ്യൂഹവുമായി ഇന്ദ്രൻ വൃത്രനോട് ഏറ്റുമുട്ടി. ഇന്ദ്രവൃത്ര യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു. ജയവാഞ്ച രണ്ടുപേർക്കും ജയിക്കണം, അങ്ങനെയല്ലേ ഉണ്ടാവുക. രണ്ടുപേർക്കും ജയിക്കണം എന്നുള്ള വിചാരം കൊണ്ട് രണ്ട് സൈന്യങ്ങൾ ഒട്ടും വിട്ടുകൊടുക്കാതെ യുദ്ധം ചെയ്തു. ദൈത്യന്മാരുടെ യുദ്ധത്തിന്റെ വീറ കണ്ട് ദേവന്മാർ ചിന്താധീനരായി. ഇനി എന്ത് വേണ്ടു എന്നുള്ള വിചാരായി. ദൈത്യന്മാർ ആഹ്ലാദം കൊണ്ട് ആർത്ത് പുളച്ചു. മഴുവും കവണയും മറ്റായുധങ്ങളും എടുത്ത് വൃത്രൻ വീറോടെ യുദ്ധം ചെയ്ത് മുന്നേറി. ഇപ്രകാരം ഒരു ഉഗ്രമായ യുദ്ധം നടക്കവേ വൃത്രൻ രോഷാകുലനായി ഇന്ദ്രനെ പിടികൂടി. ഇന്ദ്രന്റെ കവചത്തിനെ മാറ്റി വൃത്രൻ ഇന്ദ്രനെ വായ തുറന്ന് വിഴുങ്ങി. ഭാര്യയായി പൂർവ്വവൈരസ്മരണ കൊണ്ട് വൃത്രൻ ആഹ്ലാദചിത്തനായി. വൃത്രൻ ഇന്ദ്രനെ വിഴുങ്ങിയത് കൊണ്ട് ദേവന്മാർ ആർത്തരായി തങ്ങളുടെ ഗുരുവിന്റെ സമീപം ചെന്ന് പറഞ്ഞു, അല്ലയോ ആചാര്യ, അങ്ങ് ഞങ്ങളുടെ ആചാര്യനല്ലേ? ഇന്ദ്രനെ വൃത്രൻ വിഴുങ്ങിയിരിക്കുകയാണ്. ഇന്ദ്രൻ ഇല്ലെങ്കിൽ ഞങ്ങൾ ആലംബഹീനരായി പോകും. വേറൊരുത്തനെ പിടിച്ചിട്ട് ഇന്ദ്രനാക്കിയ പോരെ. ഇന്ദ്രനെ രക്ഷിക്കാൻ ഏതെങ്കിലും ആഭിചാരതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും ഗുരു ഇതാണ് ആഭിചാരതന്ത്രം. ഇതാണ് ഇവര് പറയുന്നത്. ദേവന്മാരെ ചെന്ന് വേണ്ടത്. ദേവന്മാരുടെ വാക്കുകൾ കേട്ട് ബൃഹസ്പതി പറഞ്ഞു, വൃത്രൻ വിഴുങ്ങിയ ഇന്ദ്രൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ശത്രുവിന്റെ ഉദരത്തിൽ അവൻ ജീവനോടെ ഇരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും? എനിക്കൊന്നും ചെയ്യാൻ വയ്യ.
ഇന്ദ്രൻ മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുകയാണെന്നുണ്ട്. അവർ ഇന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടി വൃത്രൻ കൂട്ടുവായിടാനുള്ള മന്ത്രം ജപിച്ചു വിട്ടു. വൃത്രൻ തന്റെ വലിയ വായ തുറന്ന് കൂട്ടുവായ ഇടലും ഇന്ദ്രൻ തന്റെ അംഗങ്ങളെ ചെറുതാക്കി വൃത്രന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു ചാടുകയും ചെയ്തു. ആഹാ, കൂട്ടുവായ ഉണ്ടായത് അന്ന് മുതലാണെന്ന് പറയപ്പെടുന്നു. ഇന്ദ്രൻ പുറത്തു വന്നത് കണ്ട് ദേവന്മാർ സന്തോഷായി. ദേവന്മാർക്ക് വീണ്ടും ഇന്ദ്രനും സൈന്യങ്ങളും ഒരു പക്ഷത്തും വൃത്രനും ദൈത്യന്മാരും മറുപക്ഷത്തുമായി യുദ്ധം തുടങ്ങി. കൊടുമ്പിരി കൊണ്ട് യുദ്ധം. അനവധി കാലം അവർ യുദ്ധം തുടർന്നു. ആ തേജസ്വിയോട് ഏറ്റുമുട്ടി ഇന്ദ്രൻ തളർന്നു. യുദ്ധത്തിൽ പരാജയം നേരിട്ട ഇന്ദ്രൻ ദുഃഖിതനായി. നല്ല കാര്യമായി ഞാൻ പറയുന്നത്. ഇന്ദ്രന്റെ പരാജയം കണ്ട ദേവന്മാരും ഇത് കർത്തവ്യതാമൂഢരായി. ഇന്ദ്രനും ദേവന്മാരും യുദ്ധക്കളം വിട്ടോടി. ദുഷ്ടാവിന്റെ പുത്രൻ നാഗലോകം കീഴടക്കി. ഐരാവതത്തിനെയും കൈക്കലാക്കി. ദൈത്യേശ്വരൻ സ്വർഗോദ്യാനത്തിൽ ക്രീഡിച്ചു വാണു. ദേവന്മാരുടെ സമസ്ത ധനങ്ങളെയും വൃത്രൻ പിടിച്ചെടുത്തു. യജ്ഞഭാഗവും നഷ്ടപ്പെട്ട വാനരർ തന്നെയാണ് ഇവരെ പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ വാനരന്മാർക്ക് ഇതിനേക്കാളും ബുദ്ധിയുണ്ട്. ഗിരിദുർഗങ്ങളിൽ പോയി ഒളിച്ചുകൊണ്ട് അപ്പൊ വാനരന്മാരെന്നെ. വൃത്രൻ ഇന്ദ്ര പദവി നേടി അച്ഛനോടുകൂടി സ്വർഗത്തിൽ താമസമാക്കി. ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ദേവന്മാർ മുനിമാരോടും കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി. ഓഹോ, കൈലാസത്തിൽ പോയി മഹാദേവനെ സ്തുതിക്കുക. അതുപ്രകാരം ദേവന്മാരെല്ലാവരും കൈലാസത്തിലേക്ക് മഹാദേവനെ സ്തുതിക്കാൻ തുടങ്ങി. ദേവദേവാ കൃപാ സിന്ധു, വൃത്തനോട് ഏറ്റുതോറ്റ ഞങ്ങളെ രക്ഷിച്ചാലും ഭഗവാനെ. ആ ശക്തനായ വൃത്തൻ നാഗലോകം കൈയടക്കിയിരിക്കുകയാണ്. ഇനി എന്താണ് വേണ്ടത്? അങ്ങ് തന്നെ പറയണം. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയുമില്ല. ഞങ്ങളുടെ ദുഃഖ നിവൃത്തിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ഉമാപതേ. വരബലം കൊണ്ട് മർത്തനായ അവനെ വധിച്ച് ഞങ്ങളെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞു. അപ്പൊ ദേവന്മാരുടെ പരിദേവനം കിട്ട് മഹാദേവന് പ്രകാരം പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടി വൈകുണ്ഠത്തിൽ ചെന്ന് വിഷ്ണുവിനോടും കൂടി ആലോചിക്കാതെ അവസാനത്തെ വാക്ക് ഇവര് എല്ലാവർക്കും അവസാനത്തെ വഴി മഹാവിഷ്ണു തന്നെയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം. ഭഗവാൻ വിഷ്ണു സൂത്രശാലിയാണ്, കരുണാമയനാണ്, സാക്ഷാൽ വാസുദേവനുമാണ്. ആ ദേവനെ കൂടാതെ ഒരു കാര്യവും നേടാൻ സാധ്യമല്ല. നമുക്ക് എല്ലാവർക്കും കൂടി വൈകുണ്ഠത്തിലേക്ക് അവസാനം എല്ലാവരും കൂടി കെട്ടിയെടുക്കും വൈകുണ്ഠത്തിലേക്ക്. ദേവന്മാരും ബ്രഹ്മശങ്കരന്മാരും കൂടി വൈകുണ്ഠത്തിലെത്തി. അവർ വിഷ്ണുവിന് വേദപ്രോക്തമായ ഋഷസൂക്തം കൊണ്ട് സ്തുതിക്കാൻ തുടങ്ങിയല്ലോ. താമസമുണ്ടായില്ല. ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി. വിഷ്ണു അവരെ ശീതോപചാരങ്ങൾ ചെയ്ത് സ്വീകരിച്ച ശേഷം ചോദിച്ചു, എന്താ എല്ലാവരും കൂടി ഇങ്ങോട്ട് പോരാൻ കാരണം എന്താണ്? പറഞ്ഞാലും എന്ന് പറഞ്ഞു. വിഷ്ണുവിന്റെ ചോദ്യം കേട്ട് ദേവന്മാർ തൊഴുകയുമായി നിന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല. ചിന്താധീനരായിരുന്നു അവർ. അങ്ങനെ ദേവപരാജയം എന്ന 4-ാമത്തെ അധ്യായം നമ്മൾ ഭഗവത് പാദത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി എന്താ? ദേവീ സ്തുതിയും വരപ്രാപ്തിയും. ദേവിനെ സ്തുതിക്കാൻ പോയി. ചിന്താപരവശനായ ദേവന്മാരെ കണ്ടിട്ട് രമാപതി ചോദിച്ചു, എന്താണ് ആരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? നിങ്ങൾക്ക് ഹിതമാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പരിശ്രമിക്കാം. ഇല്ലാന്ന് പറയുന്നില്ല, ഞാൻ പരിശ്രമിക്കാം. അപ്പൊ ദേവന്മാർ പറഞ്ഞു, ഈ വിശ്വത്തിൽ അങ്ങക്ക് അറിയാത്തതായിട്ട് എന്താണുള്ളത് പ്രഭോ? പണ്ട് അവിടുന്ന് തന്നെയല്ലേ വാമനനായി ജനിച്ച ലോകത്തെ 3 അടിയായി അളന്ന് ബലിയെ ജയിച്ച് ഇന്ദ്രനെ ദേവന്മാരുടെയും ദേവനായി വാഴിച്ചത്? ഞങ്ങളതൊന്നും മറന്നിട്ടില്ല ഭഗവാനെ. ദൈത്യന്മാരുടെ കയ്യിൽ നിന്ന് അമൃതം കരസ്ഥമാക്കി ദേവന്മാരുടെ സങ്കടങ്ങൾക്ക് നിവൃത്തി ഉണ്ടാക്കിയതും അങ്ങല്ലേ, അതും ഞങ്ങൾ മറന്നിട്ടില്ല. സുരന്മാരെ ഭയപ്പെടേണ്ട കേട്ടോ. ഉത്രാസുരനെ വധിച്ച് നിങ്ങളുടെ സങ്കടം തീർക്കാൻ ഒരു വഴി തെളിഞ്ഞു വരുന്നുണ്ട്. ബുദ്ധി, സൂത്രം, ബലം തുടങ്ങി എന്ത് ഉപായം കാട്ടിയും നിങ്ങളെ രക്ഷിക്കേണ്ടത് ഞാൻ തന്നെയാണല്ലോ. എന്റെ തലയിലല്ലേ എപ്പോഴും നിങ്ങളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം. സാമം, ദാനം തുടങ്ങിയ 4 ഉപായങ്ങൾ തരാതരം നോക്കി ചെയ്യണമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അവന്റെ കഠിന തപസ് കണ്ട് തുഷ്ടനായിട്ടാണ് ബ്രഹ്മാവി വേണ്ടാത്ത വരം അവന് കൊടുത്തത്. മതഗർഭിതനായ അവൻ ആരായാലും ജയിക്കാൻ സാധിക്കാത്തവനുമാണ്. അങ്ങനെയല്ലേ വരം കൊടുത്തത്. എല്ലാവർക്കും അജയ്യനായും മഹാബലവാനുമായാണ് ത്വഷ്ടാവ് അവന് ഉണ്ടാക്കിയിരിക്കുന്നതും. യുദ്ധത്തിൽ അവന് ശക്തി വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു വരവും അവൻ ബ്രഹ്മദേവനോട് വാങ്ങിയിട്ടുണ്ട്. ചോദിക്കുന്നത് ഇനി കൊടുത്തോളുന്നുണ്ടാകും.
അവനെ ജയിക്കാൻ ചതി കൊണ്ടേ സാധിക്കൂ. അനുനയിപ്പിച്ചു കൊണ്ടുവന്ന് വധിക്കണം. ഗന്ധർവന്മാർ എല്ലാവരും അവന്റെ സമീപം ചെന്ന് നല്ല വാക്കുകൾ പറഞ്ഞവനെ വിശ്വാസം വരുന്ന വിധത്തിൽ പെരുമാറണം. സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രബലനായ വൈദ്യെ നമുക്ക് വധിക്കാം. പിന്നെ പണിയില്ല. സുരശ്രേഷ്ഠന്മാരെ, ഞാൻ ആരും അറിയാതെ ഇന്ദ്രന്റെ വജ്രായുധത്തിൽ പ്രവേശിച്ച് നിങ്ങളെ സഹായിക്കാട്ടോ. കരയണ്ട, ആരും കരയണ്ട, പേടിക്കുകയും വേണ്ട. അവന്റെ ആയുസ് അവസാനിക്കുന്നത് വരെ കാത്തിരിക്കുക. അല്ലാതെ അവനെ വധിക്കാൻ വേറെ മാർഗമില്ല. ഗന്ധർവന്മാർ ഋഷിമാരെയും കൂട്ടി വൃത്രന്റെ അടുത്തേക്ക് പോകാനൊരുങ്ങി. ഇന്ദ്രനുമായ വൃത്രനെ കൊണ്ട് സന്ധി ചെയ്യിക്കണം. അവന് വിശ്വാസം വരുന്ന മട്ടിൽ എല്ലാ സൂത്രങ്ങളും പ്രയോഗിക്കണം. വിശ്വാസവഞ്ചന ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പാപത്തെ അവഗണിച്ച് ഇന്ദ്രൻ പാപം പുണ്യം ഒന്നുമില്ല അയാൾക്ക്. ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് എന്റെ സഹായത്താൽ അവനെ വധിക്കും. ശൂരത്വം കൊണ്ടൊന്നും അവന് വധിക്കാൻ സാധ്യമല്ലാട്ടോ. പണ്ട് വാമന രൂപം ധരിച്ച് ബലിയെ വഞ്ചിച്ച് നിങ്ങളെ രക്ഷിച്ച അതേ മാർഗം തന്നെ ഇവിടെയും പ്രയോഗിക്കേണ്ടി വരും. നിങ്ങൾ തന്നെ ഇതിലെല്ലാം ഉത്തരവാദികൾ. എല്ലാവരും സ്തോത്ര മന്ത്രങ്ങളെ കൊണ്ട് ജഗദംബയെ സ്തുതിക്കുവൻ. കാമമോക്ഷപ്രദായനിയും യോഗിഗമ്യയും നിത്യയുമായ ആ യോഗമായ ഞാനും നമിക്കുന്നുണ്ട്. ഇന്ദ്രനും വൃത്രവധാർത്ഥമായ പരാശക്തിയെ ഭജിക്കട്ടെ. ആസുരനെ ജഗദംബ തന്റെ മായാമോഹ വലയത്തിലാക്കും. പിന്നീട് അവന്റെ വധം എളുപ്പമായി തീരും. ദേവി പ്രസാദിച്ചാൽ സാധ്യമാവാത്തതൊന്നുമില്ല ഈ ഭൂമിയിൽ, ത്രിലോകങ്ങളിലും ഇല്ല. എല്ലാവരുടെയും ഉള്ളിൽ അന്തരാത്മാവായി വാഴുന്നവൾ മായക്കതീതയാണ്. ആ ശക്തി ഇച്ഛിച്ചതേ ഇവിടെ നടക്കും. അതുകൊണ്ട് ശത്രുനാശത്തിന് മൂലപ്രകൃതിയെ ഭക്തിയോടുകൂടി ഭജിച്ചോളൂ കേട്ടോ. പണ്ട് ഞാൻ 5000 കൊല്ലം മധുകൈടവന്മാരോട് യുദ്ധം ചെയ്തു. എന്നിട്ടും എനിക്ക് അവരെ വധിക്കാൻ സാധിച്ചില്ല. പിന്നീട് ആ മൂലപ്രകൃതിയെ വാഴ്ത്തി സ്തുതിച്ചതിനു ശേഷം മതഗർഭിതരായ അവരെ ദേവി തന്റെ കടാക്ഷം കൊണ്ട് മോഹിപ്പിച്ചാണ് എനിക്കവരെ വധിക്കാൻ സാധിച്ചത്. അതിനുള്ളൊരു വഴി അമ്മ കാണിച്ചു തന്നു വന്നു ദേവി. വിഷ്ണു സഹോദരിയാണ്, വിഷ്ണുവിന്റെ സഹോദരി. വിശ്വസിപ്പിച്ച് വഞ്ചിച്ചിട്ടാണ് അവരെ വധിച്ചത്. ഇവിടെയും അതേ മാർഗം സ്വീകരിക്കുകയെ നിവൃത്തിയുള്ളൂ. നിങ്ങളും ദേവിയെ ഭജിക്കുവിൻ. ഇവിടെ ഏത് വിധേനയും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരും എന്ന് പറഞ്ഞു. ഒരാൾ വരം കൊടുക്കാൻ നിൽക്കും, എന്നിട്ട് മറ്റേ ആളടുത്ത് ഒരു കരയാൻ നിൽക്കും. എന്തെന്നാണ് ഇവര് കളിച്ചു കൂട്ടുന്നത്. ദേവന്മാർ മന്ദാരപുഷ്പങ്ങളെ കൊണ്ട് മനോഹരമായ മേരുപർവ്വതത്തിൽ പോയി ധ്യാന ജപങ്ങളോടുകൂടി സംസാര ദുഃഖങ്ങളെ തീർക്കുന്ന സർവാഭിഷ്ടപ്രദായനിയുമായ ജഗദംബയെ വാഴ്ത്തി 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 സ്തുതിച്ചു. ദേവന്മാർ സ്തുതിക്കുന്നു. അല്ലയോ ചിദാനന്ദ രൂപേ, വൃത്രനോട് യുദ്ധത്തിൽ പരാജയം സംഭവിച്ച ആർത്തരായ അവിടുത്തെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ച് വന്നവരാണ് ഞങ്ങൾ. 3 ലോകങ്ങൾക്കും മാതാവായ അവിടെ നീ മക്കളുടെ ദുഃഖം കാണുന്നില്ലേ അമ്മേ? ശത്രുപീഡിതരെ ഞങ്ങളെ കാത്ത് രക്ഷിച്ചാലും ജഗദംബികെ, ഈ ലോകത്തിൽ അവിടത്തേക്ക് അറിയാത്തതായിട്ട് എന്താണുള്ളത്? ഒന്നുമില്ല, അത് ഞങ്ങൾക്കറിയാം. എന്നിട്ടും അസുരന്മാരാൽ ദ്രോഹിക്കപ്പെട്ട ഞങ്ങളെ ത്യജിക്കുകയാണോ? ബ്രഹ്മാണ്ടത്തിന്റെ വിരചിതാവായ അവിടത്തെ പുരികക്കൊടിയുടെ നിയന്ത്രണത്തിൽ ബ്രഹ്മാ വിഷ്ണു രുദ്രന്മാർ സൃഷ്ടിസ്ഥിതി പരിപാലനം നടത്തുന്നുവല്ലോ അമ്മേ. അതുകൊണ്ട് തന്നെ അവരും സ്വതന്ത്രരല്ല എന്ന് വേണം കരുതാൻ. കൃപാനിധി, തെറ്റുകൾ ചെയ്യുന്ന മക്കൾക്ക് ആപത്ത് സംഭവിക്കുമ്പോൾ അമ്മമാർ പരിരക്ഷിക്കും. ആ നീതി അവിടുന്ന് ഉണ്ടാക്കിയതാണ്. എന്നിട്ടും അവിടുത്തെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ച് ഞങ്ങളെ എന്തുകൊണ്ടാണ് കൈവെടിയുന്നത്? എന്നെ ആശ്രയിച്ച് ഉന്നത സ്ഥാനങ്ങളും മറ്റും ലഭിച്ച് പിന്നീട് ഭക്തി കൈവിട്ട് സുഖലോലുപരായിരിക്കുന്നവർ കരുണാകടാക്ഷത്തിന് അനർഹരാണ് എന്നാണ് അവിടത്തേക്ക് തോന്നുന്നതെങ്കിൽ അതൊരമ്മക്ക് ചേർന്ന പ്രവൃത്തിയല്ലല്ലോ അമ്മേ. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അമ്മ ക്ഷമിക്കൂലേ? അതുകൊണ്ട് ഞങ്ങളുടെ തെറ്റുകളൊക്കെ ക്ഷമിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരണം എന്ന് പറഞ്ഞ് സ്തുതിച്ചു. അവിടുത്തോടുള്ള ഭക്തി കൈവിട്ട് സ്വർഗസുഖങ്ങളിൽ ആസക്തരായ ഞങ്ങളെ കുറ്റം പറയുവാൻ സാധിക്കുമോ അമ്മയ്ക്ക്? അവിടുന്ന് തന്നെയല്ലേ ഞങ്ങളെയും മോഹിതരാക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി മഹാബലവാന്മാരായ മഹിഷാസുര ദൈത്യന്മാരെ അവിടുന്ന് വധിച്ചില്ലേ? എന്നിട്ടും എന്താണ് വൃത്രാസുരനെ വധിക്കാൻ എത്ര കാലതാമസം? ബലിഷ്ഠന്മാരായ ശുംഭ നിശുംഭന്മാരെ അവരുടെ അനുചരന്മാരോടുകൂടി വധിച്ചില്ലേ അമ്മ?
പ്രബലനും മതോന്മത്തനും ദുർമതിയുമായി ഇവനെയും മോഹിപ്പിച്ചു വധിക്കണം. ദൈത്യന്മാരുടെ ദ്രോഹം കൊണ്ട് ആർത്തരായി ഉടലുന്ന ദേവന്മാരെ രക്ഷിക്കാൻ ദേവിയല്ലാതെ മറ്റാരുണ്ട്? അമ്മയല്ലേ മക്കൾക്ക് എന്നും തുണയായി നിൽക്കുന്നത്. ഭവാനി, വൃത്രനിൽ അവിടത്തേക്ക് ദയയാണ് തോന്നുന്നതെങ്കിൽ ആ ഖലനെ ഹനിച്ച് പാപത്തിൽ നിന്ന് മോചിപ്പിച്ചാലും, അല്ലെങ്കിൽ അവൻ മഹാപാപിയെ നരകത്തിൽ പതിക്കും. കരുണാമയിയായ അവിടുന്ന് ദൈത്യന്മാരോട് ഏറ്റുമുട്ടി ഞങ്ങൾ അമരാവതിയിലേക്ക് ഉയർത്തി അവിടുന്ന് ശത്രുക്കളെ പോലെ നരകത്തിൽ എത്തിക്കാതെ നോക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഉള്ള അവിടുന്ന് ഇവനെ ഹനിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ജഗദംബികെ. വൃത്രനെന്ന ഈ പാപി അങ്ങയുടെ ദേവസേവകനല്ല താനും. അവൻ ഞങ്ങളെ നിരന്തരം പീഡിപ്പിക്കുന്നുണ്ട് താനും. അവൻ ശരിക്കും ഭക്തനായിരുന്നുവെങ്കിൽ അങ്ങയുടെ ഭക്തന്മാർക്ക് ആ ഖലൻ ദുഃഖം തരുമായിരുന്നുവോ? ഞങ്ങൾക്കിതൊന്നും പിടികിട്ടുന്നില്ല. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞങ്ങളുടെ അഹങ്കാരം കൊണ്ട് തന്നെ ആവാം. ഞങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ പൂജ ചെയ്യുന്നത്? പൂജക്കുള്ള സർവവും അവിടത്തേക്ക് മാത്രമല്ലേ? മന്ത്രങ്ങളോ അവിടുത്തെ നാമരൂപങ്ങളും ആണ്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നേ ചെയ്യുന്നുള്ളൂ, അവിടുത്തെ തൃക്കാലടികളിൽ ശിരസ് നമിക്കുന്നു. ഞങ്ങൾ ഹോമങ്ങൾ ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ അവിടുത്തെ നാമമായ സ്വാഹായ നമ എന്ന് ജപിച്ച് സ്വരന്മാരെ തൃപ്തിപ്പെടുത്തുകയാണല്ലോ. സ്വധായ നമ എന്ന് ജപിച്ച് പിതൃക്കളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നുവല്ലോ. രാഗദ്വേഷങ്ങളില്ലാത്ത ഋഷീശ്വരന്മാർ പോലും അവിടുത്തെ പാദഭജനമാണ് മോക്ഷത്തിന് കാരണമെന്ന് ഉറപ്പിച്ച് സംസാരമാകുന്ന സമുദ്രത്തിന്റെ മറുകര കടക്കാൻ അവിടുത്തെ ഭജനം തോണിയായി കരുതുന്നു. മേധ, കാന്തി, ബുദ്ധി, ശാന്തി എല്ലാം അവിടുന്ന് തന്നെ. അവിടുന്ന് തന്നെയാണ് ഈ സമസ്ത ലോകത്തിലുള്ള വസ്തുക്കളെല്ലാം ഉണ്ടാക്കി ഭക്തന്മാർക്ക് കൊടുക്കുന്നത്. അവിടുന്ന് തന്നെ ലോകജനനി. യാ ദേവി സർവഭൂതേഷു മാതൃഭാവേന സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ക്രോധരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. എല്ലാ ഭാവവും അമ്മയുടെ തന്നെയാണ്. രാഗദ്വേഷങ്ങളില്ലാത്ത ഋഷീശ്വരന്മാർ പോലും അവിടുത്തെ പാദഭജനമാണ് മോക്ഷത്തിന് കാരണമെന്നുറപ്പിച്ച് സംസാരമാകുന്ന സമുദ്രത്തിന്റെ മറുകര കടക്കാൻ അവിടുത്തെ ഭജനം തോണിയായി കരുതുന്നു. മേധ, കാന്തി, ബുദ്ധി, ശാന്തി എല്ലാം അവിടുന്ന് തന്നെ. അവിടുന്ന് തന്നെയാണ് ഈ സമസ്ത ലോകത്തുള്ള വസ്തുക്കളെല്ലാം ഉണ്ടാക്കി ഭക്തന്മാർക്ക് കൊടുക്കുന്നത്. അവിടുന്ന് തന്നെയാണ് ലോകജനനിയും. ദേവന്മാരുടെ സ്തുതി കേട്ട പ്രസന്നയായ ദേവി സർവാലങ്കാരഭൂഷിതയായി മനോരഞ്ജകമായ പുഞ്ചിരിയോടുകൂടി ദേവന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. 4 കൈകളിലും ദിവ്യായുധങ്ങൾ ധരിച്ചിട്ടുണ്ട് ജഗദംബിക. അരയിൽ മുത്തമണി കൊണ്ടുണ്ടാക്കിയ അരഞ്ഞാണത്തിന്റെ നാദം മുതൽക്ക് സുന്ദരമായ മധ്യപ്രദേശവും കുയിലിന്റെ ശബ്ദം പോലുള്ള സ്വരവും നിസ്വനമുണർത്തുന്ന കാൽച്ചിലങ്കകളുടെ നാദവും അതുപോലെ തന്നെ കൈവളകളുടെ ശബ്ദവും കൊണ്ട് അവിടമാകെ സുഖതമായ ഒരു അന്തരീക്ഷം. അമ്പിളിക്കൽ അലങ്കാരമായി ചാർത്തി രത്ന കിരീടവും തൂമന്ദഹാസം പൊഴിയുന്ന മുഖപങ്കജവും കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന സുന്ദരമായ കണ്ണുകളും ശൃംഗാരഭാവത്തോടു കൂടിയുള്ള ഹാവഭാവങ്ങളോടും കൂടി ജഗദംബ ദേവന്മാർക്ക് ദർശനീയ സൗഭാഗ്യം നൽകി. ആ ദേവി സർവജ്ഞയാണ്, സർവവേദാന്തത്തിന്റെയും പൊരുളാണ്. ആ സച്ചിദാനന്ദ വിഗ്രഹത്തെ കണ്ട് ദേവന്മാർ താണ് തൊഴുത് നമസ്കരിച്ചു. അപ്പോൾ ദേവി ചോദിച്ചു, ഈ ദേവന്മാർ ശരിക്കും അസുരന്മാരെക്കാളും വിഡ്ഢികളാണ്. കാര്യത്തിന് മാത്രം ദേവീനേലും ദേവനേലും വിളിച്ചു തൊഴും. അപ്പൊ ദേവി ചോദിച്ചു, അസുരന്മാരെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഭക്തവത്സലയ ദേവിയുടെ സൗമ്യമായ വാക്കുകൾ കേട്ട് ദേവന്മാർ പറഞ്ഞു, ജഗദംബികേ, ഞങ്ങൾക്ക് കഠിന ദുഃഖമുണ്ടാക്കുന്ന വൃത്രാസുരനെ മോഹിപ്പിച്ച് സുരന്മാരുടെ സമാധാനത്തിനായി ഇവിടുത്തെ ആയുധങ്ങളിൽ ശത്രുനിഗ്രഹ ശക്തിയെ അനുഗ്രഹിച്ചു തന്നാലും എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് ദേവി അവിടെ തന്നെ അന്തർധാനം ചെയ്തു. ദേവന്മാർ അത്യധികം സന്തോഷത്തോടു കൂടി സ്വന്തം ആലയങ്ങളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ദേവ വരദാനം എന്ന 5-ാം അധ്യായം ദേവിയുടെ തൃപ്പാദപത്മങ്ങളിൽ, അതുപോലെ പൊന്നുണ്ണിക്കണ്ണന്റെയും തൃപ്പാദപത്മങ്ങളിൽ സമർപ്പിച്ചു. ബാക്കി എന്താന്ന് വെച്ചാൽ നാളെ നോക്കാം.
കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.